ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ എൻ്റെ ഇന്നത്തെ ഒരു ദിവസമാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എണീറ്റ് വന്നിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊരു 7 മണി ആയപ്പോഴാണ് കേട്ടോ അടുക്കളയ്ക്ക് വരുന്നത്. ഇന്ന് പെണ്ണിന് ക്ലാസ്സൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പോൾ കുറച്ച് ലേറ്റായിട്ടാണ് നീച്ച് വന്നത് കേട്ടോ. അപ്പോൾ ഇന്നലെ ഇഡ്ഡലിക്ക് മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അടുപ്പിൽ വെണ്ണൂറൊക്കെ കോരി പിന്നെ തീയൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സാമ്പാർ ഉണ്ടാക്കാൻ വിചാരിച്ച് പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, അത് കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 5-6 പച്ചമുളകും കൂടെ കട്ട് ചെയ്തിട്ട് അതിലിട്ട് കൊടുത്തിട്ട് വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ തീയൊക്കെ കത്തിപ്പിടിച്ച് ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി വെള്ളം തിളക്കട്ടെ, എന്നിട്ട് വേണം അതിൻ്റെ തട്ടിൽ മാവൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് വെച്ച് കൊടുക്കാൻ. അപ്പോൾ കുക്കർ വിസിലടിച്ചിട്ട് ഞാൻ ഓഫാക്കിയിട്ടുണ്ട്. 2 വിസിലടിച്ചപ്പോൾ ഓഫാക്കി. പിന്നെ അതിക്ക് വേണ്ട വെണ്ടക്കൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് വെണ്ടക്കൊന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്, അതിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൽ ആ വെണ്ടക്കൊന്ന് വറുത്തെടുക്കാൻ കേട്ടോ. അപ്പോഴേക്കും നമ്മളെ ഇഡ്ഡലി ചെമ്പിൽ വെള്ളമൊക്കെ തളിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തട്ടിൽ കുറച്ച് എണ്ണയൊക്കെ ഒന്ന് ഇങ്ങനെ തടവി കൊടുത്തു കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അതിന് ഇങ്ങോട്ട് കിട്ടൂലല്ലോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കുമ്പോൾ എണ്ണ ഒന്ന് തടവി കൊടുക്കും കേട്ടോ. 2ാമത്തെ പ്രാവശ്യം എണ്ണ ഒന്നും തടവില്ല. അപ്പോൾ ഒന്ന് എണ്ണയൊക്കെ ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പിറ്റേ ദിവസം രാവിലെ തുറന്ന് നോക്കുമ്പോൾ അതുപോലെ പൊങ്ങി വന്നുകൊണ്ട് നമുക്ക് നല്ലൊരു സന്തോഷമാണില്ലേ. എല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ കടി ഉണ്ടാക്കിയാൽ നേരാവില്ല. അപ്പോൾ ഭയങ്കര ഒരു ടെൻഷനേക്കാരം. ഇപ്പോൾ നല്ലതുപോലെ പൊങ്ങി വന്നുകൊണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഞാൻ 2 ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് ഉഴുന്നും 1/2 ഗ്ലാസ് ചോറും ആണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഈസ്റ്റോ സോഡാപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല. പിന്നെ ഞാൻ അരച്ച് വെക്കുമ്പോൾ തന്നെ ഉപ്പ് ചേർത്ത് വെക്കും കേട്ടോ. അതിൽ ഉപ്പിട്ടിട്ട് ഇളക്കിയിട്ടാണ് വെക്കുക. ഉപ്പ് രാവിലെ അല്ലേ ചേർക്കുക, ഞാൻ അരച്ച് വെക്കുമ്പോൾ തന്നെ ചേർക്കും. എന്നാലേ നമ്മൾ ഓവറായിട്ട് പുളിക്കൂല്ല, എന്നാൽ ഒരു നല്ല ടേസ്റ്റുള്ളൊരു പുളി ആക്കാനും. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്ത് വെക്കൽ കേട്ടോ. ഇഡ്ഡലിയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് മൂടി വെച്ച് വെന്ത് വരുമ്പോഴേക്കും നമ്മളെ വെണ്ടക്കൊക്കെ ഒരുവിധം ആയിട്ടുണ്ട് കേട്ടോ. വറുക്കാൻ വെച്ചിട്ട് ഞാൻ സ്റ്റൗവ് കുറച്ച് വെച്ചിട്ട് പോകുന്നതായിരുന്നു. അപ്പോൾ ആയി വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ അതിൻ്റെ ഇടയിലായിക്ക് വേണ്ട കഷ്ണങ്ങൾ കട്ട് ചെയ്യണമുണ്ട് കേട്ടോ. ഉമ്മ അവിടെ നീച്ച് മുറ്റൊക്കെ അടിക്കണുണ്ട്. അപ്പോൾ ഓരോ പണികളും ഇങ്ങനെ ചെയ്യണുണ്ട്. ഇപ്പോൾ ഞാൻ സാമ്പാറായി കഴിഞ്ഞാൽ ചോർക്കും കൂടെ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് തോനെ സാമ്പാർ ഉണ്ടാക്കാൻ വിചാരിച്ചു. കഷ്ണങ്ങൾ കട്ട് ചെയ്ത് വെച്ചിട്ട് തോനെ കഷ്ണങ്ങളൊന്നുമില്ല, ചെറിയൊരു കുമ്പളങ്ങ കഷ്ണം, ഒരു വലിയ കിഴങ്ങും പിന്നെ ഒരു സവാളയും ഈ വെണ്ടയ്ക്കയും ഒരു പച്ചക്കായി, അത്ര തന്നെ ഉള്ളൂ കേട്ടോ. അതിട്ടിട്ടാണ് സാമ്പാർ വെക്കുന്നത്. കഷ്ണം കുറേ വേണ്ടല്ലോ, എല്ലാവർക്കും കറിയല്ലേ വേണ്ടത്. അപ്പോൾ പരിപ്പും പച്ചമുളകും നന്നായിട്ട് വെന്തിട്ടുണ്ടായി. ഞാൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കഷ്ണങ്ങളും മസാലപ്പൊടി ഇട്ടിട്ട് ഒരൊറ്റ വിസിലടിക്കുകയേ ചെയ്യുള്ളൂ കേട്ടോ. അപ്പോഴേക്കും കഷ്ണങ്ങളൊക്കെ അടിപൊളിയായിട്ട് വേവും. അപ്പോൾ ഞാൻ 2 തക്കാളി എടുത്തിട്ടുണ്ട്. വലിയ തക്കാളിയാണെങ്കിൽ 2 മതി, ചെറുതാണെങ്കിൽ ഒരു 3. അപ്പോൾ ഞാൻ ഒന്ന് കുറച്ച് വലുതും 2 ചെറുതുമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ എടുത്തതാണ്. പിന്നെ അതിക്ക് ഞാനിതാ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ചെറിയ ടീസ്പൂണിന് 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും, പിന്നെ അത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, കാരണം നമ്മൾ കറിയാണല്ലോ ഉണ്ടാക്കണത്, അത് കാരണം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ഒരൊറ്റ വിസിലടിച്ചാൽ നമുക്ക് ഓഫാക്കിയിടാം. പിന്നെ ഞാൻ അതിക്ക് ആവശ്യത്തിനുള്ള പുളി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം പുളിയായിട്ട് എടുത്തിട്ടുള്ളൂ. ഇനി അതിൽ ചൂടുവെള്ളം ഒഴിച്ച് വെക്കണം. നമ്മൾ പുളിയൊക്കെ ഇങ്ങനെ കുരുവൊക്കെ കളഞ്ഞെടുത്ത് വെക്കുമ്പോൾ നല്ല എന്താക്കാറില്ല. അപ്പോൾ നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ടാലല്ലേ അതിൻ്റെ നീരൊക്കെ നല്ലതുപോലെ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കട്ടെ. അപ്പോഴത്തേനും നമ്മൾ ഇഡ്ഡലിയൊക്കെ ഇവിടെ വെന്ത് ഉഷാറായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് വാങ്ങി വെക്കട്ടെ. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ആവി പോയിട്ട് വേണം സ്പൂൺ കൊണ്ട് ഇങ്ങോട്ട് എടുത്താൽ കിട്ടും കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയായി വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പുളിയിൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും കുക്കർ ഒരു വിസിലടിച്ച് അപ്പോൾ ഞാൻ കുക്കറൊക്കെ തുറന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കഷ്ണങ്ങളൊക്കെ അടിപൊളിയായി വെന്തിട്ടുണ്ട്. ഇനി ഞാനിതിക്ക് ആവശ്യത്തിനുള്ള പുളിവെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ ചെയ്യുക. പിന്നെ നമുക്ക് കറി എത്രയും വേണ്ടെങ്കിൽ അതിനനുസരിച്ച് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കട്ടോ. എന്നിട്ട് പിന്നെ ഒന്ന് ആ വെണ്ടയ്ക്കും കൂടി ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കട്ടെ ചെയ്യുക. ആ വെണ്ടക്ക ഒന്ന് വേവും വേണം, പിന്നെ വാടിയതല്ലേ, അപ്പോൾ അധികം വേവൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ആ പുളിയുടെ ആ ഒരു ചുവ ഒന്നും ഇങ്ങനെ മാറും ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പുളിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കറി ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ അത്ര വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ സാമ്പാറാകുമ്പോൾ നല്ല കട്ടിയൊന്നും ഉണ്ടാവില്ലല്ലോ. ഇനി നമ്മളിതിൽ സാമ്പാർ പൊടിയൊന്നും ഇട്ടിട്ടില്ല, അതൊക്കെ വറവിടുമ്പോഴാണ് ഇട്ടിട്ട് കൊടുക്കുക. അപ്പോൾ സാമ്പാറൊക്കെ അടിപൊളിയായിട്ട് ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ തിളച്ച് അത്യാവശ്യം വേവൊക്കെ ആയി ഞാനത് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിതൊന്ന് വറവിട്ടെടുക്കാൻ വേണ്ടിയിട്ട്
ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഞാൻ വെണ്ടക്ക വറുത്തെടുത്ത പാൻ തന്നെയാണ് കേട്ടോ. ഇനി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. പിന്നെ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ അത് പൊട്ടി വരുമ്പോൾ അല്പം ഉലുവ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കാൻ കേട്ടോ ചെയ്യുക. ഇത് കടുക് പൊട്ടി ഉലുവയും പൊട്ടി പിന്നെ അതിൻ്റെ കൂടെ വറ്റൽമുളക് ഇട്ട് കൊടുത്തു. പിന്നെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ടിട്ട് അതൊന്ന് ഇളക്കിയിട്ട് അതിലേക്ക് കായപ്പൊടിയും കുറച്ചിട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ സാമ്പാർ പൊടിയും കൂടെ അതിലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമ്മളെ കറി അപ്പോൾ ഞാൻ സാമ്പാർ പൊടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഉലുവയും കടുകും സാമ്പാർ പൊടി കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് കൊടുത്തു. പിന്നെ സാമ്പാർ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഞാൻ കായപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ ചൂടാക്കി എടുക്കുക കേട്ടോ ഈ എണ്ണയിൽ തന്നെ. എന്നിട്ട് അത് നമ്മൾ സാമ്പാർക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുക. അങ്ങനെയാണ് സാമ്പാർ പൊടി ചെയ്യേണ്ടത്. നിങ്ങൾ ഇങ്ങനെ എല്ലാ സാമ്പാർ വെക്കലെങ്കിൽ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കി, നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഞാൻ മല്ലിപ്പൊടി ഇട്ടല്ലോ അതിലൊരു ചെറിയ സ്പൂണ്. അത് ഇനി വേണ്ടാന്നുണ്ടെങ്കിൽ വെറും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കഷ്ണങ്ങൾ വേവിച്ചാൽ മതി. അപ്പോഴും നല്ല ടേസ്റ്റാണ് കേട്ടോ. മല്ലിപ്പൊടി ഇടുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റ് വേറെ ഉണ്ട്. അപ്പോൾ ഇനി മല്ലിപ്പൊടി ഇടാതെ ഉണ്ടാക്കുകയാണെങ്കിൽ അതും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഞാൻ ഉണ്ടാക്കിയ പോലെ ഒന്ന് സാമ്പാറൊന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ട് കേട്ടോ. സാമ്പാർ ഉണ്ടാക്കണ പോലൊക്കെ നല്ല ടേസ്റ്റാണ്. ചോറുക്കും ഇഡ്ഡലിക്കും ദോശയ്ക്കും എല്ലാവർക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ സാമ്പാർ ഉണ്ടാക്കി വെച്ചു. പിന്നെ അങ്ങനെ ചായയുടെയൊക്കെ കഴിഞ്ഞ് പിന്നെ ഉച്ചയായപ്പോൾ ഇമ്മ സാമ്പാറല്ലേ അപ്പം എന്നാൽ കുറച്ച് മത്തൻ്റെ ഇല ഉണ്ടായിരുന്നു അതും വെച്ചു. പിന്നെ ഇതാ കയ്പക്ക ഉപ്പേരിയും വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉണക്കമീനായിട്ടുണ്ടായിരുന്നു. ഇന്ന് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം ഇന്ന് ഉണക്കമീനായിരുന്നു, അതും ഉണ്ടാക്കിട്ടോ. പിന്നെ ഞങ്ങൾ അങ്ങനെ അതൊക്കെ ഉണ്ടാക്കലേന് ചായക്ക് കൂടിയതിന് പിന്നെ ഉച്ചക്കത്തിനുള്ള ഫുഡ് ഉണ്ടാക്കാണ്ട് ഇതിലായിട്ടോ. ഇതാ മീനൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നേരാക്കി പൊരിച്ചെടുത്ത് പിന്നെ അതൊക്കെ റെഡിയാക്കി എടുത്തുട്ടോ. അത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കോരിമ കുറച്ച് ചമ്മന്തി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ ചീനമുളകും ഉള്ളിയും ഉപ്പും കൂടെ അരച്ചതാണ്, പുളിങ്ങടാതെയാണ് അരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ അങ്ങനെ ചോറൊക്കെ കഴിച്ചു കേട്ടോ. ഞാനിതാ മത്തൻ്റെ ഇലക്കറിയും കയ്പക്കുപ്പേരിയും ഉണക്കമീനും കൂടെ കൂട്ടിയിട്ടാണ് ചോറുന്ന്. ഈ മത്തൻ്റെ ഇലക്കറിയും ഉണക്കമീനും ഈ ഒരു ചമ്മന്തിയും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ എത്ര ചോറുവാണെങ്കിലും തിന്നാട്ടോ. നമുക്ക് വേറെ മീനോ ഇറച്ചിയോ ഒന്നും വേണ്ട. നല്ല ടേസ്റ്റാണല്ലോ ഇങ്ങനെ മത്തൻ്റെ ഇലയും പിന്നെ ഉണക്കമീനൊക്കെ. പിന്നെ ഞാനിതാ ചമ്മന്തി എടുത്തിട്ടുണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ ചോറൊക്കെ തിന്ന് പിന്നെ ഒന്ന് പോയി കടന്നുറങ്ങുകയൊക്കെ ചെയ്തു കേട്ടോ. ഇപ്പോൾ 2 മണിക്കാണ് ചോറ് തിന്നത്. അത് കഴിഞ്ഞിട്ട് ഒന്ന് ഉറങ്ങി നീക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.